ഹായ് മലയാളീസ്, നമസ്കാരം. നമ്മളിന്ന് തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൻ്റെ കൊടിയേറാൻ പോകുന്നതിൻ്റെ ത്രില്ലിലാണ്. ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ കൊടിയേറാനായിട്ട്. ഇപ്രാവശ്യത്തെ ഇലക്ഷന് കേരളത്തിൽ വലിയൊരു ഭയങ്കരമായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഇലക്ഷനാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. 3 മുന്നണികളാണ് മത്സരിക്കാൻ പോകുന്നത്. ആ 3 മുന്നണികൾക്കും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ റിസൾട്ടാണ് വേണ്ടത്. അതിൽ ഇടത് മുന്നണിക്കും വലതു മുന്നണിക്കും ജീവൻ മരണ പോരാട്ടം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വിശകലനങ്ങൾ എവിടെ വരെയായി ഇവരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു വിശകലനത്തിലേക്ക് പോകാം. അവരുടെ കോമ്രേഡുകൾ പറഞ്ഞതനുസരിച്ച് അവരുടെ വർക്കുകളുടെ പ്രോഗ്രസ് വളരെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു പണിത് കയറ്റമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോമ്രേഡ്സ് എല്ലാം വളരെ ഉത്സാഹത്തിലാണ്. അവരെല്ലാം അടിത്തട്ടിൽ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ പുറമേക്കൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ഭരണം കയ്യിലുള്ളത് കൊണ്ട് അവർക്ക് കൂടുതൽ അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് അത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. വളരെ തന്ത്രപൂർവമായിട്ടുള്ള വികസന കാര്യങ്ങളും മറ്റും മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ ഇലക്ഷൻ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോമ്രേഡ്സ്. അതിനിടയ്ക്ക് അവരുടെ നേതാക്കൾ മറ്റുള്ള പ്രചാരണങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇനി അവരുടെ വിലയിരുത്തലുകളിൽ പ്രത്യേകമെന്ന് നമുക്ക് ചെയ്യേണ്ടതില്ല. ഇതൊരു തുടക്കം മാത്രമായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കോമ്രേഡ്സുകൾ വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് നീങ്ങുകയാണ് അടിത്തട്ടിൽ നിന്ന്. അടുത്ത നമുക്ക് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിലയിരുത്തലുകളിലേക്ക് പോകാം. അവരുടെ നേതാക്കളെ ഒന്നും കണ്ടില്ലെങ്കിലും അവരുടെ പ്രചാരണങ്ങൾ പ്രത്യക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വി.ഡി. സതീശൻ്റെ വളരെ ഉഷാറ്, വളരെ എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്, ഒറ്റയാൾ പോരാട്ടം എന്ന് പറഞ്ഞ പോലെയുള്ള പോരാട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ അങ്ങ് വടക്കേ തല മുതൽ തെക്കേ തല വരെയുള്ള പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ എല്ലാ റിസൾട്ടുകളും ഇനി മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇനി അവിടെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും എല്ലാം ഇറങ്ങിയിട്ടുള്ള തേരോട്ടം നടക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് വടക്കൻ മേഖലകളിൽ കളരിയിൽ നിന്ന് എത്രയൊക്കെ വോട്ടുകൾ കൊഴിഞ്ഞു വീഴുമെന്നുള്ളതൊക്കെ അതിനുശേഷമാണ് നമുക്ക് കാണാൻ കഴിയുക. അടുത്തതായി നമുക്ക് BJPയുടെ വിലയിരുത്തലുകളിലേക്ക് നമുക്ക് പോകാം. BJPയുടെയാണ് വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് വേണ്ടത്. അവർ വളരെ സൈലൻ്റാണ്, സൈലൻറ്റ് കില്ലേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ. ശോഭാ സുരേന്ദ്രൻജി, കെ സുരേന്ദ്രൻജി, രാജീവ് ജി, അങ്ങനെ എണ്ണാലൊടുങ്ങാത്ത വളരെ നേതൃനിരയെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് അവർ ഫസ്റ്റ് ചെയ്യുന്നത് നേതൃനിരയെ ശക്തിപ്പെടുത്തലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ എഡ്യൂക്കേറ്റഡ് ആൻഡ് വെൽ പ്ലാൻഡ് നേതാക്കളാണ് അവർ ഇറങ്ങി പ്രവർത്തിക്കാനായിട്ടുള്ള തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്ലാനിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അടിത്തട്ടിൽ നിന്നുള്ള കോമ്രേഡ്സ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം വെൽ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. മോദിജി എത്തുന്നതോടുകൂടി അവരുടെ വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ പുറത്തേക്ക് വരും. അവർക്ക് എങ്ങനെയായാലും 41 സീറ്റാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. ആ സീറ്റുകളിൽ മികച്ച പ്രകടനം തന്നെ നടത്താൻ കഴിയുമെന്നുള്ളത് അതിനുള്ള നേതാക്കൾ എല്ലാം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന കേളികൊട്ട്, അവിടെ നിന്നാണ് അവരുടെ തുടക്കം. അവിടെ നിന്ന് വഴിമരുന്നും വെടിമരുന്നും ഒക്കെയായി BJP അങ്ങനെ കത്തിപ്പടരാനുള്ള ശ്രമത്തിലാണ്. എല്ലാവരും ഊർജ്ജസ്വലരാണ്. തൃശ്ശൂരും പാലക്കാടും തിരുവനന്തപുരവും കോട്ടയവും എല്ലായിടത്തും ആലപ്പുഴ പോലും അവർ പിടിച്ചടക്കാനുള്ള ഒരു ത്വരയിൽ നിൽക്കുകയാണ്. എന്തായാലും അത് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുക. അവർക്കും കിട്ടട്ടെ ഒരു 10-40 സീറ്റ് എന്ന് നമുക്ക് ആശിക്കാം. ഓക്കെ, കാണാം. ഹൈ മലയാളീസ്.